എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് ജഗത് ജയപ്രകാശ് ആണ് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത്, നമ്മൾ അമേരിക്കയെ ലോക പോലീസ് എന്നാണ് പണ്ട് മുതലേ വിളിച്ചുകൊണ്ടത്. എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ അമേരിക്ക ബഹിഷ്കരണം ഒക്കെ ഒരു പ്രധാനപ്പെട്ട സംഭവമായി കേട്ടു വളർന്ന ആളുകളാണ്. അമേരിക്കയാണ് ലോക പോലീസ് എന്ന്. പക്ഷെ അമേരിക്കയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലോക പോലീസായി അമേരിക്കക്ക് സാധിക്കുന്നില്ലെന്നാണല്ലോ മനസ്സിലാവുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാവുകയല്ലേ അമേരിക്കയിൽ, ഈ മൈഗ്രേഷനും അതുപോലെ തന്നെ ഇല്ലീഗൽ മൈഗ്രൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അതെ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ മൊത്തത്തിൽ ആഭ്യന്തര തലത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം ട്രംപിന്റെ പോളിസികൾ എന്ന് വേണം നമുക്ക് എല്ലാവരും ഉന്നയിക്കുന്ന പോലെ നമുക്ക് ഒരു ആക്ഷേപം ഉന്നയിക്കാം. ബട്ട് എന്നിരുന്നാലും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്നുള്ളത് അമേരിക്കയുടെ എക്കണോമിയെ താങ്ങി നിർത്തുന്ന ഒരു വലിയ ഒരു ഫാക്ടർ തന്നെയാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യം നമ്മളിപ്പോ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ എല്ലാം തുടച്ചു നീക്കി അല്ലെ ഇവിടുന്ന് മൊത്തത്തിൽ അവരെ എല്ലാം പറഞ്ഞ് ഡീറ്റെയിൻ ചെയ്ത് ഡീപ്പോർട്ട് ചെയ്ത് അമേരിക്ക ശുദ്ധീകരിച്ചെടുക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഒന്നും ട്രംപിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഈ പ്രധാനമായിട്ടും അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റീസ് മുഴുവൻ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ട് ട്രംപിന്റെ വോട്ടേഴ്സ് ഉണ്ട്, റിപ്പബ്ലിക്കൻ കോർ ബേസ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ബേസ് ആയിട്ടുള്ള ഒരു വോട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ വോട്ട് ചെയ്താണ് ട്രംപ് വിജയിച്ചു വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു ജനതയോട് അദ്ദേഹത്തിന് ഒരു മിനിമം ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഒബ്ലിഗേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് ടേം ചെയ്യാൻ പറ്റും. ബട്ട് ഇതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു നറേറ്റീവ് വാറാണ് ഇപ്പം പ്രൈമറിലി ഇപ്പം യു എസിലും യു എസിൽ നിന്ന് ബേസ് ചെയ്തിട്ട് ലിബറൽ ആയിട്ടുള്ള മാധ്യമങ്ങൾ പുറത്തോട്ടും നടത്തുന്നത്. അതിന്റെ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ഈ ഒരു റേറ്റ്സ് ഇപ്പൊ ചെറിയൊരു വിഷയം ആയിരുന്നെങ്കിൽ പോലും ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ലോസ് ആഞ്ചലസിലായിരുന്നു. ഇതിന്റെ ഈ ഒരു കഴിഞ്ഞ ആഴ്ച ഇതിന്റെ എസ്കലേഷൻ ഇത്രയും വലുതായിട്ട് നടന്നത്. അതിന് മുന്നേയും റെയ്ഡ്സ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ട്രംപ് അധികാരത്തിൽ കയറിയ ശേഷം തന്നെ ഏകദേശം 100,000-ഓളം ആൾക്കാർ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പല വിഷയങ്ങളിൽ. ആ ഒരു വിഷയങ്ങളുടെ പുറത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം 30% ആൾക്കാര് ക്രിമിനൽ ആക്ടിവിറ്റീസ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്ത് പിടിക്കപ്പെട്ട ആൾക്കാരും അല്ലാത്ത 70% ആൾക്കാര് വിസ റെഗുലേഷൻസ്, ഓവർ സ്റ്റേ തുടങ്ങിയ സംഭവങ്ങൾ ചെയ്ത് പിടിക്കപ്പെട്ട ആൾക്കാരുമാണ്. അപ്പൊ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് റെഗുലർ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു കോമ്പിങ് നടത്തി ആൾക്കാർ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് IC ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് തന്നെ ഇങ്ങനത്തുള്ള റെയ്ഡുകൾ നടത്താനും ഇല്ലീഗൽ ആയിട്ടുള്ളവരെ പിടിക്കാനോ അല്ലെ ഓവർ സ്റ്റേ ചെയ്യുന്നവരെ റെഗുലേറ്ററി ആയിട്ടുള്ള അത് പിടിച്ച ശേഷം അവരെ തുടർ നടപടികൾക്ക് സ്വീകരിക്കാനാണ് അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് ബൈഡന്റെ കാലത്തും അതിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. ബട്ട് ട്രംപിന്റെ കാലം ആയപ്പോഴത്തേക്ക് അദ്ദേഹം അത് തെരഞ്ഞെടുപ്പിൽ ആ ഒരു കാർഡ് ഇറക്കിയതിന്റെ തുടർന്ന് ആ ഒരു സാധനത്തിനൊക്കെ നമ്മൾ കൂടുതൽ സ്ക്രൂട്ടനി ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ച് യാഥാർത്ഥ്യമുണ്ട്, കുറച്ച് ഇതിനകത്ത് ഊതിപ്പെരിപ്പിച്ച കണക്കുകളും അല്ലെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെഫ്റ്റ് ലിബറൽ ഒരു ജിഹാദി എക്കോസിസ്റ്റവും ഇതിനെതിരെ വർക്ക് ചെയ്യുന്നെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അത് ബേസിക്കലി ഇതിന്റെ ഒരു മൂവ്മെന്റിന്റെ ഒരു പ്രധാന രണ്ട് സൈഡായിട്ട് നമുക്ക് ഈ ഇഷ്യൂസിനെ നമ്മൾക്ക് ട്രിഗറായി നമുക്ക് മാറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഇവരുടെ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ജാനുവരി ട്രംപ് അധികാരത്തിൽ കയറിയ അന്ന് മുതൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കൊളംബിയ, ഹാർവാർഡ്, യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ, അങ്ങനെ പല യൂണിവേഴ്സിറ്റികളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റെയ്ഡുകളും പിന്നെ അവിടെയുള്ള എൻക്യാമ്പൻസ്, ഈ ആന്റി ജൂ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ജിഹാദി സ്പോൺസേർഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ക്യാമ്പസുകൾ നടക്കുന്നുണ്ടായിരുന്നു. അവർ കഫിയൊക്കെ ധരിച്ചു വരുന്നുണ്ടോ, അവരുടെ കൺവെക്കേഷൻ അലമ്പാക്കുന്നു, ജൂയിഷ് സ്റ്റുഡൻസിനെ ആക്രമിക്കുന്നു, ഇങ്ങനത്തെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ലെഫ്റ്റ് ജിഹാദി എക്കോസിസ്റ്റത്തിനെതിരെ ഒരു ശക്തമായിട്ടുള്ള നടപടി ട്രംപ് എടുത്തു. അതിന്റെ ഭാഗമായിട്ട് പല സ്റ്റുഡൻസിനെ അറസ്റ്റ് ചെയ്തു. നമ്മളെല്ലാം കണ്ടത് ഇന്ത്യക്കാരുൾപ്പെടെ പലരും ഓടിപ്പോയി, പലരുടെയും വിസ റിവോക്ക് ചെയ്തു, അങ്ങനത്തെ ഉള്ള ഒരു ഇഷ്യൂ വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇക്കോസിസ്റ്റത്തിന് ആകെ ഒരു പരിഭ്രാന്തി ഉണ്ടായി. എസ്പെഷ്യലി അൽ ജസീറ, BBC, CNN പോലുള്ള മാധ്യമങ്ങളൊക്കെ ഒരു ലിബറൽ ചായ്വുള്ള മാധ്യമങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള മാധ്യമങ്ങളൊക്കെ ട്രംപിനെ കൂടുതൽ വിമർശിക്കാൻ തുടങ്ങി. ഇതിനുശേഷമാണ് പിന്നീട് ഈ ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ ക്രാക്ക് ഡൗണിലേക്ക് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം ചൈനയുമായിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ മറ്റൊരു വിഷയമായിരുന്നു. അവരൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് അല്ലെങ്കിൽ അമേരിക്ക ഒരു സെക്യൂരിറ്റി ഇഷ്യൂ എന്നുള്ള ഒരു ഇതിന്റെ പുറത്താണ് ട്രംപ് അങ്ങനത്തെ ഉള്ള ഒരു ആക്ഷൻ എടുത്തത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചൈനീസ് ഭാഗത്തു നിന്നുള്ള ആ ഒരു നറേറ്റീവ് അമേരിക്കയ്ക്ക് ടോട്ടലി എഗൻസ്റ്റ് ആയി. അതിന് മുന്നേ തന്നെ ട്രേഡ് ആൻഡ് ടാരിഫ് ആയിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു.
ട്രംപിന്റെ ചില ഡൈനാമിക് ആയിട്ടുള്ള പോളിസീസ്, ചിലപ്പോൾ അദ്ദേഹം താരിഫ് പറയുന്നു, പിന്നെ അത് പിൻവലിക്കുന്നു. ഇപ്പൊ കാനഡയായിട്ട് തന്നെയുള്ള ഒരു ഇഷ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ഒരു ഡേറ്റ് പറഞ്ഞു, പിന്നെ ഇതിൽ പിൻവാങ്ങി, പിന്നെ ഒരു ഡേറ്റ് പറഞ്ഞു, പിന്നെയും പിൻവാങ്ങി. അതിനുശേഷം കുറച്ച് പ്രൊഡക്ഷൻ താരിഫ് ഇട്ടു, കുറച്ച് പ്രൊഡക്ഷൻ താരിഫ് ഇട്ടില്ല, ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ. പക്ഷേ കാനഡ ചെയ്തതെന്ന് വെച്ചാൽ US നിന്നുള്ള മദ്യവും അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം ടോട്ടലി ബാൻ ചെയ്തു. ഇപ്പം US നിന്നുള്ള വൈൻ ഇപ്പം കാനഡയിലോട്ട് ഒട്ടും വരുന്നതേ ഇല്ല. പല US ആൽക്കഹോൾ ബ്രാൻഡുകളും കാനഡയിൽ ഇപ്പം ബാൻഡ് ആണ്. അപ്പോഴത്തേക്ക് യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പല കമ്പനികൾക്കും കാനഡയിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആയി കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം G7 സമ്മിറ്റിന് മാർക്ക് കാർണി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരിക്കുകയാണ്. സ്ട്രാറ്റജിക് പാർട്ണർ എന്നാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇങ്ങനത്തുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ജിഹാദി സപ്പോർട്ടുള്ള ഈ എക്കോസിസ്റ്റം ടോട്ടലി ട്രംപിന് എതിരായി ഇപ്പൊ എല്ലാ സൈഡിൽ നിന്നും വന്നേക്കുവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല ന്യൂസുകൾ ഊതിപ്പിരിപ്പിച്ച് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ 2024 ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാരെ ഇതുപോലെ ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് പിടിക്കുകയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം സെക്യൂരിറ്റിയുടെ മേത്ത് റെയ്ഡ് ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ സ്ക്രൂട്ടനി ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 6 മാസത്തെ കണക്കെടുത്ത് നോക്കി ഇപ്പൊ തന്നെ 2 ലക്ഷത്തിന് മേളിൽ ആൾക്കാരെ ഇപ്പൊ തന്നെ അവർ സ്ക്രൂട്ടിനി ചെയ്ത് കഴിഞ്ഞു, അല്ലെ ഒന്നി പിടിച്ചു കഴിഞ്ഞു, അല്ലെ അത് നാട് കടത്താൻ വേണ്ടി വെച്ചേക്കുന്നു. അങ്ങനത്തെ ഉള്ള പല ഇതുണ്ട്. കൂടുതൽ ഡീറ്റൻഷൻ സെന്ററുകൾ തുടങ്ങുന്നു. 100ഓളം ഡീറ്റൻഷൻ സെന്റർ എന്നുള്ളത് 150 മേളിലേക്ക് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം ഗവൺമെന്റ് അത് പ്രോആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്ന് അതിനെ മുന്നോട്ട് ആ ഒരു അജണ്ട മുന്നോട്ട് പുഷ് ചെയ്യാണ്. അപ്പം നമ്മളിപ്പം നേരത്തെ സൂചിപ്പിച്ച ഈ ലോക പോലീസ് എന്നുള്ളത്, ലോക പോലീസിങ്ങിന് US-ന് ഇപ്പൊ ഇടിവ് പറ്റിയിട്ടുണ്ടോ എന്നൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ അമേരിക്കയുടെ പവർ മൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ആർമിയും അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഡിഫൻസ് എന്നാണ്. അപ്പൊ അവരുടെ മിലിറ്ററി കാപ്പബിലിറ്റി, അവരുടെ മിലിറ്ററി ഇന്നോവേഷൻ അതൊക്കെ സുപ്പീരിയർ ആണ്, ഫാർ സുപ്പീരിയർ ആണ്. ഇന്ന് ലോകത്തുള്ള ഏത് രാജ്യം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞും അമേരിക്കയുടെ മിലിറ്ററി ഇന്നോവേഷനോടുത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ അവർക്ക് ആഭ്യന്തരമായിട്ട് അകത്തെ പ്രശ്നങ്ങളുണ്ട്. അമേരിക്ക സ്റ്റിൽ ഡെമോക്രസി. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ നിന്നുള്ള നെറേറ്റീവ് പുഷാവും. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പം അകത്തുനിന്നുള്ള നെറേറ്റീവ് വാറുകളെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം വന്നേക്കാണ്. എസ്പെഷ്യലി ട്രംപിന്റെ നേതൃത്വമുള്ള റിപ്പബ്ലിക്കൻസിന് അകത്തു നിന്നും ഡീൽ ചെയ്യണം. പുറത്തുനിന്ന് ഇപ്പം ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും ഉക്രൈൻ പോലത്തുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് വാറാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം മൊത്തത്തിലുള്ള ഇങ്ങനത്തെ ഒരു ആംഗിളിൽ ഒരു വിശകലനം നടക്കുന്നത്. ഓക്കെ ജഗത്, അപ്പോ എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം, ഇത് മലയാളികളെ ബാധിക്കും. ഒരുപാട് മലയാളികൾ മൈഗ്രേറ്റ് ചെയ്തൊരു നാട് കൂടിയാണ് അമേരിക്ക. ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുമ്പോൾ പണ്ട് ഇവിടുന്ന് പോയവർക്ക് എത്ര പേർക്ക് അന്ന് ലീഗലായിട്ട് മാറിയിട്ടുണ്ടെന്ന് പോലും അറിയില്ലല്ലോ. അത് പണ്ട് കുറെ ആൾക്കാർ കേരളത്തിൽ നിന്നൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള രീതിയിൽ US പോയിട്ടുണ്ടായിരുന്നു. അവർ അതിനുശേഷം അവിടെ ചെന്നിട്ട് ലീഗലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും പല പെർഫോമൻസ് ആർട്ടിസ്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ പണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരവിടെ എന്തെങ്കിലും ക്യാഷ് ജോബ് അങ്ങനത്തെ ഉള്ള ജോബുകളൊക്കെ ചെയ്ത് പിന്നെ എല്ലാവരുടെയും സഹായത്തോടു കൂടി പിന്നീട് ലീഗലായിട്ട് മാറിയ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ സംഭവിച്ചു. അതൊക്കെ കുറെ വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചു. ഇപ്പോഴൊന്നും ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. കുറെ നാളിന് മുന്നേ പോയി. അന്നൊക്കെ കുറച്ചും ലിബറൽ ആയിരുന്നു അമേരിക്കൻ സിസ്റ്റം. അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് കിട്ടി. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിന് പല ഭാഗത്തുനിന്നും ആൾക്കാർ അങ്ങനെ വന്നിട്ട് നോർമലൈസ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു, സിറ്റിസൺസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ US പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളെ മൊത്തത്തിൽ അവർ സ്ക്രൂട്ടിനി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. ഇപ്പൊ എസ്പെഷ്യലി ഇപ്പം സ്റ്റുഡൻസ് ആയിട്ട് ഇരുന്നവരൊക്കെ ഇപ്പൊ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെയൊക്കെ ഡീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഡോക്യുമെന്റേഷനകത്ത് എന്തെങ്കിലും ഒരു റെപ്രസെന്റേഷനോ ഫാൾസ് റെപ്രസെന്റേഷനോ ഉണ്ടെങ്കിൽ അവർ ഡീറ്റെയിൻ ചെയ്തിട്ട് അവരെ ഈ ഡീറ്റെയിനിങ് ഫെസിലിറ്റീസ് കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് ചിലപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് എല്ലാം ശ്രദ്ധിക്കേണ്ട, ഇപ്പം US പോകുന്നവരോ പോയിട്ട് വരുന്നവരോ അങ്ങനത്തെ ഉള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാം ഫോണ്, ലാപ്ടോപ്പ്, സോഷ്യൽ മീഡിയ പ്രസൻസ് ഇതെല്ലാം ഇപ്പം ഭയങ്കരമായിട്ട് സ്ക്രൂട്ടിനി ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും അവര് US ബോർഡർ ഏജന്റ്സ് നമ്മുടെ ഇന്ന് ഫോൺ വാങ്ങിച്ച് പരിശോധിക്കും. നമ്മൾ എന്താണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ ആ ഒരു പൊളിറ്റിക്കൽ അലൈൻമെന്റ് എന്നൊക്കെ നോക്കിയ ശേഷം എന്തെങ്കിലും US ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഡീറ്റെയിൻ ചെയ്യും. അങ്ങനെ കുറെ പേർക്ക് ഇവിടെ സംഭവിച്ചു. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഈവൻ നിങ്ങൾ സോഷ്യൽ മീഡിയ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും അവർ വിശ്വസിക്കത്തില്ല. കാരണം അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ പ്രശ്നക്കാരെന്നുള്ള രീതിയിലും അവരെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസൻസും ഇല്ലെങ്കിലും അതും പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്താലും പ്രശ്നമാണ്. ഇപ്പം പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കുളിച്ചാലും ചൂടുവെള്ളത്തിൽ കുളിച്ചില്ലെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞ പോലെ മൊത്തത്തിൽ ഇപ്പം അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്കുടെ മൂഡ് എന്താണോ അതനുസരിച്ച്
എസ്പെഷ്യലി ഇതിപ്പോ ഒരു വൈറ്റ് സൂപ്പർമസിസ്റ്റ് ബയാസ് ഇപ്പൊ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. കാരണം ഈ വെള്ളക്കാരല്ലാത്ത എല്ലാവരോടും അവർക്കൊരു അല്ലെ ഇംഗ്ലീഷ് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റാത്ത എല്ലാവരോടും ഈ ബോർഡർ ഏജൻസിന് ഒരു ബയാസ് ആയിട്ടുള്ള രീതിയിലാണ് മൊത്തത്തിൽ പെരുമാറ്റം എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് നമ്മളിപ്പം അവിടുത്തെ സിറ്റിസൺ ആണോ അല്ലെ നമ്മൾ അവിടുത്തെ എത്ര 20 വർഷമായി 30 വർഷമായെന്ന് അവർ നോക്കത്തില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവന് കണ്ട ഒരു ഇന്ത്യക്കാരനെ പോലെ ഇവൻ വെള്ളക്കാരനല്ലല്ലോ, അപ്പം എങ്കിൽ ഇവന്റെ അങ്ങനെ വരുമ്പോൾ ജഗത്ത് അവിടെ ഒരു പ്രശ്നമില്ലേ? അതായത് പോലീസ് ലീഗലി ഉള്ള മൂവ്മെന്റ്സിലായിരിക്കുമല്ലോ നടത്തുന്നത്. അപ്പൊ ഒരാളുടെ ലുക്ക് അല്ലെങ്കിൽ അയാളുടെ ഭാഷ നോക്കി പോലീസ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഇല്ലീഗൽ ആക്ടിവിറ്റി. അപ്പോ മനുഷ്യാവകാശ അത് പ്രവർത്തകരും ഇല്ലീഗൽ ഒക്കെ ആക്ടിവിറ്റി എല്ലാവരും എന്ന് നമുക്ക് തെരുവിലായിരിക്കുമല്ലോ. അല്ല ഇല്ലീഗൽ ആക്ടിവിറ്റി നമുക്ക് എല്ലാ ടേംസിലും നമ്മൾ അതിന് പറയാൻ പറ്റത്തില്ല. കാരണം അവര് നോക്കുമ്പോഴത്തേക്ക് വെള്ളക്കാരെല്ലാം ഓൾറെഡി ലോ അബൈഡിങ് സിറ്റിസൺ ആണെന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. കാരണം ഇപ്പൊ ഉള്ള അമേരിക്കയിലെ വെള്ളക്കാരുടെ അപ്പൊ ആൾക്കാർ പിന്നെ 3-4 ട്രംപിന്റെ അമേരിക്കയിൽ മനുഷ്യത്വ വിരുദ്ധമായ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് നടക്കുന്നതെന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ, ആരോപിക്കുന്നത്. അല്ല അങ്ങനെ ആരോപണം ഉന്നയിക്കാന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കണം. അപ്പൊ ഈ വിസ ഓവർ സ്റ്റേ, ഇമിഗ്രേഷൻ വയലേഷൻ ഒക്കെ ചെയ്യുന്നത് വെള്ളക്കാരെക്കാട്ടി കൂടുതലും ബാക്കിയുള്ള രാജ്യക്കാരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു സ്പെക്ട്രം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നോൺ വൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസ് ആയിട്ടും ഒക്കെ വരുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ആ സെനാരിയോ ഒന്ന് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതലായിട്ട് അമേരിക്കയിലുള്ള ഒരു പോപ്പുലേഷൻ വൈറ്റ്സ് കഴിഞ്ഞ ഏറ്റവും വലിയ പോപ്പുലേഷൻ ലാറ്റിൻ അമേരിക്കൻ ആൾക്കാരാണ്, ഹിസ്പാനിക് ആൾക്കാരാണ് യു എസിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ. അപ്പൊ ഹിസ്പാനിക് കൂടുതൽ ആൾക്കാർ ഇതുപോലെ യു എസിൽ വന്നിട്ട് ഓവർ സ്റ്റേ ചെയ്ത് അല്ലെ ഇമിഗ്രേഷൻ വയലേഷൻ നടത്തി പിന്നീട് നാച്ചുറലൈസ് ആയി അങ്ങനെയൊക്കെ ആണ് കൂടുതൽ ആൾക്കാരും അവിടെ വരുന്നത്. പിന്നെ ഒത്തിരിയും പേര് തന്നെ ഇവിടെ ലീഗൽ ഏലിയൻസ് ആയിട്ട് ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെയാണ് ഇപ്പം അവരെ കണ്ടുപിടിക്കാനും അവരെ ഡിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട ഈ റെയ്ഡ് ഇപ്പം നടക്കുന്നത്. അപ്പൊ ഓൾറെഡി സിറ്റിസൺ ആയവർക്കോ അല്ലെ ഓൾറെഡി ഗ്രീൻ കാർഡ് കിട്ടിയവർക്കോ ഇതിന്ന് രക്ഷ നേടാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല. കാരണം ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ആ പ്രക്ഷോഭം നടന്ന സമയത്ത് ഓൾറെഡി ഗ്രീൻ കാർഡ് ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് അന്ന് പിടിച്ച് ഡീറ്റെയിൻ ചെയ്ത് തടവറയിൽ കൊണ്ടുപോയത്. അപ്പൊ നമ്മൾ ആ ഒരു സംഭവം നമ്മൾ നോക്കണം. പക്ഷെ അവിടുത്തെ സംഭവിച്ചെന്ന് വെച്ചാൽ പുള്ളി അവിടെ ഒരു വലിയ ഗ്രോസ് വയലേഷൻ ചെയ്തു. പിന്നെ അമേരിക്കയിലുള്ള മൊത്തത്തിലുള്ള ആ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ അദ്ദേഹം ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി പ്രൂവ് ചെയ്ത് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഇവിടെ അവർ നോക്കിക്കാണുന്ന വെച്ചാൽ വൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ഓവർ സ്റ്റേ ചെയ്യുമെന്നുള്ള ഒരു ഇതില്ല, ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇല്ല. അപ്പം നമ്മുടെ പുറത്ത് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യൻസ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും സൗത്ത് ഏഷ്യ എന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ സ്റ്റീരിയോ ടൈപ്പ്, റേഷ്യൽ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് ഇതിനെ പറയും. അപ്പൊ ആ റേഷ്യൽ സ്റ്റീരിയോ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്ന് പോത്തില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു വിഷയം നിൽക്കുന്നിടത്തോളം നമ്മൾ ഇതിനെ ഒരു പരമായ ഒരു സമീപനമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ വിസ ഓവർ സ്റ്റേ ചെയ്യുന്നത് എവിടെ ആണെങ്കിലും ഇല്ലീഗൽ ആണ്. അപ്പം അമേരിക്ക അത് കുറച്ചുകൂടെ ശക്തമായിട്ട് ക്രാക്ക് ഡൗൺ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പൊ അവരുടെ ഒരു ആവശ്യമായി മാറി. കാരണം പല രാജ്യത്തും അവിടെ വന്നിട്ട് അവിടെ ഓൾറെഡി ജനറേഷൻസ് ആയിട്ട് അവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല. കാരണം അവര് അസ്വസ്ഥരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവര് ആ ഒരു ജനതയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റേഷ്യൽ സ്റ്റീരിയോ ടൈപ്പ് അവര് ആയിപ്പോയി എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. കാരണം നമ്മളിപ്പോ ആ ഒരു റേസിൽപ്പെട്ട ആൾക്കാരല്ലല്ലോ. ഇപ്പം നമ്മൾ രണ്ടുപേര് ചർച്ച ചെയ്യുന്ന നമ്മളാരും വെള്ളക്കാരല്ല, നമ്മൾ ആ ഒരു പ്രൊഫൈലിംഗിൽ പെട്ട ആൾക്കാരല്ല. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബയാസ് ഉന്നയിക്കാം. ബട്ട് സ്റ്റിൽ അവർ നോക്കുമ്പോഴത്തേക്ക് അവർ നോക്കുമ്പോൾ കറക്റ്റ് ആണ്. കാരണം കൂടുതൽ ഓവർ സ്റ്റേ ചെയ്യുന്നവരും മുങ്ങുന്നവരും ചാടുന്നവരും എല്ലാം വെള്ളക്കാരല്ല, അല്ലാത്തുള്ള ലാറ്റിനോസ് ആണെങ്കിലും അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏഷ്യൻസ് ആണെങ്കിലും ആണ് കൂടുതൽ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ബയാസ് ഇരിക്കുന്നിടത്തോളം കാലം അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വിസ ഉണ്ട്, ലീഗലായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. നിങ്ങൾ പഠിക്കാനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർപ്പസിനാണോ പോകണമെങ്കിൽ ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യുക. അതിനുവേണ്ടി കൊടുക്കുന്ന ഡോക്യുമെന്റേഷൻ വളരെ കറക്റ്റ് ആയിട്ടിരിക്കുക. സോഷ്യൽ മീഡിയയിനകത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതിനകത്ത് ഇനി ഒരു പരിഹാരവും ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ ചോദ്യം കൂടി ജഗത്, എത്ര പെർസെന്റേജ് സക്സസ്ഫുൾ ആണ് ട്രംപിന്റെ ഈ സ്ട്രാറ്റജി? ഇതിപ്പം ട്രംപ് ഈ ക്രാക്ക് ഡൗൺ സംഭവം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കാര്യത്തിൽ ട്രംപ് വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കാരണം നറേറ്റീവ് വാറിൽ ട്രംപ് ശരിക്കും എൻഗേജ്ഡ് ആണ്. കാരണം ആ ട്രംപ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ആ ഒരു ജനത ഇപ്പോൾ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ റെയ്ഡ് നടക്കുന്നുണ്ട്, ഡീറ്റൻഷൻ നടക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഈ കലാപം ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ജനത ഇപ്പോഴും ട്രംപിനെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ കുറച്ച് കലാപം ഉണ്ടായി, കുറച്ച് ആക്രമണം സംഭവിച്ചു, ഇപ്പൊ ലോക പോലീസ് എന്നുള്ള ഒരു ലേബല് പോയി എന്നൊക്കെ
നമ്മൾ നറേറ്റീവ് വാർ പുഷ് ചെയ്താൽ പോലും യുഎസിനകത്ത് ആരാണോ ട്രംപിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ അധികാരത്തിൽ എത്തിച്ചത് ആ ഒരു ജനതയ്ക്ക് ഇപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് വേണം പൊതുവെ മനസ്സിലാക്കിയെടുക്കാൻ. കാരണം അവർ വിസിബിൾ ആയിട്ട് കാര്യങ്ങൾ കാണുന്നുണ്ടോ, പോലീസ് ശരിക്കും ആക്റ്റീവ് ആവുന്നുണ്ടോ, അദ്ദേഹം നാഷണൽ ഗാർഡ്സിനെ ഇറക്കുമെന്ന് പറഞ്ഞു, അത് ചെയ്തു. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, ടിയർ ഗ്യാസ് പൊട്ടിക്കുന്നു, മറ്റുള്ള രീതിയിൽ ഡീറ്റൻഷൻ ചെയ്യുന്നു, ആൾക്കാരെ തടവറയിലാക്കുന്നു, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഈ ആന്റി ജൂ, ആന്റി ഇസ്രയേൽ നറേറ്റീവ് പുഷ് ചെയ്തവരെല്ലാം പിടിച്ച് ജയിലിലാക്കി. അതൊരു സാമ്പിൾ ആയിട്ടുള്ള ഒരു കുറച്ച് ആൾക്കാർ പിടിച്ചാക്കിയെങ്കിൽ പോലും ഒരു 100 പേര് ചെയ്തു 10 പേര് പിടിച്ചെങ്കിൽ പോലും അതൊരു മെറിറ്റ് ആണ്. അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യം ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഞാനിത് ചെയ്തു, കാരണം ചൈനക്കാരുടെ വിസ റിവോക്ക് ചെയ്യുന്നു, ചൈനീസ് സ്റ്റുഡൻസിനെ ഫർദർ ബാൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ വിസകളെല്ലാം ക്യാൻസൽ ആക്കുന്നു. അപ്പൊ അങ്ങനത്തെ അതൊക്കെ വളരെ വലിയ കൺസേൺ ആയിരുന്നു. അവിടെയുള്ള ഈ നമ്മളിപ്പം ഉദാഹരണത്തിന് പറയുന്ന ഈ വൈറ്റ് സൂപ്പർമസിസ്റ്റ് തിയറി എന്നൊക്കെ പറയുന്ന അങ്ങനെ കുറെ കോൺസ്പിറസി തിയറീസ് ഒക്കെ ഉണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റേഷ്യൽ പ്രൊഫൈലിംഗ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള പല ഇഷ്യൂസിനും ഇതൊക്കെ ഒരു പ്രധാന കാരണമാണ്. കാരണം US യൂണിവേഴ്സിറ്റിയിൽ ചൈനക്കാരും ഇന്ത്യക്കാരും ഇപ്പം കൂടുതൽ സ്കോളർഷിപ്പുകളും അതൊക്കെ നേടി അവിടെ പഠിക്കാൻ പോകുന്നു. അപ്പം വെള്ളക്കാരുടെ സൈഡ് ലൈൻ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നറേറ്റീവ് അവരുടെ ഭാഗത്തു നിന്ന്, ഈ കൺസർവേറ്റീവ് ഭാഗത്തു നിന്ന് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പുഷ് ചെയ്യുന്ന നറേറ്റീവിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് പിന്നെ ഈ ട്രംപിന്റെ ആക്ഷൻസ് ഇപ്പം എടുക്കുന്നത്. ട്രംപ് അത് എടുക്കുന്ന പറയുന്നത് ഒരു ബയാസ് വെച്ചിട്ടാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ആ കണക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്കുകൾ കള്ളം പറയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വോട്ടേഴ്സിനെ സ്വാധീനിക്കുക, വോട്ടേഴ്സിനെ സമാധാനിപ്പിക്കുക, ട്രംപിന്റെ കോർ വിശ്വാസികളെ അല്ലെ ട്രംപിന്റെ ആ മാഗ ടീമിനെ അദ്ദേഹം കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പൊ ഈ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ട്രംപിന്റെ ആക്ടിവിറ്റീസ് വിജയിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. ബട്ട് സ്റ്റിൽ നമ്മൾ ഹോൾ പിക്ചർ നോക്കുമ്പോഴത്തേക്ക് അവിടെ അക്രമം നടക്കുന്നു, അതിനെ പറ്റിയുള്ള വലിയ വാർത്തകൾ വരുന്നു, വീഡിയോസ്, ഇൻസ്റ്റാഗ്രാം അതൊക്കെ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഫാക്ടർ കൺസിഡർ എന്തിനു വേണ്ടിയാണോ ട്രംപ് ഇത് ചെയ്തെന്ന് നോക്കുമ്പോഴത്തേക്ക് ട്രംപ് വിജയിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ഇപ്പൊ ഈ നടക്കുന്ന കാര്യങ്ങൾ ഇറ്റ്സ് ടു എർലി ടു ജഡ്ജ്. നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. ഇനി ഇതിപ്പോ ഇതെല്ലാം അൺഫോൾഡ് ചെയ്ത് വരണമെങ്കിൽ കൂടുതൽ സമയം എടുക്കും. പക്ഷേ ട്രംപ് ഇത് റെയ്ഡ് നിർത്തിയിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും, വീണ്ടും ഇപ്പൊ കൂടുതൽ ഒരു ബാക്ക്ലാഷ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ചിലപ്പോൾ ഈ അതോറിറ്റീസ് ഒക്കെ കുറച്ച് എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർ ചെറിയൊരു ബ്രേക്ക് എടുക്കും, വീണ്ടും അതിനുശേഷം തുടങ്ങും. കാരണം അത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആക്ടിവിറ്റീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ലോ എൻഫോഴ്സ്മെന്റ് നടക്കുക എന്നുള്ളത് അവരുടെ മൗലികമായിട്ടുള്ള ഒരു കടമയാണ്. അപ്പൊ അതിൽ നിന്ന് അവർ ഒരിക്കലും പിന്നോട്ട് പോകത്തില്ല. പിന്നെ നമുക്ക് തന്നെ ഇവിടെ ഓർമ്മയുണ്ട് CA NRC പ്രക്ഷോഭം വന്ന സമയത്ത് ഒരു ഷഹീൻ ബാഗിലും അവിടെ ഇവിടെയൊക്കെ കുടിൽ കെട്ടി സമരവും അക്രമവും ഒക്കെ നടത്തി. പിന്നീട് കുറച്ചു നാളൊക്കെ സഹിച്ചിരുന്നു ഗവൺമെന്റ്. അതിനുശേഷം എല്ലാവരും അടിച്ചോടിച്ച് ശരിയാക്കി, അവിടെ എല്ലാം ക്ലിയർ ചെയ്തു. അത് തന്നെ ആയിരിക്കും US-ലും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം നാഷണൽ സെക്യൂരിറ്റി സംബന്ധിച്ച വിഷയങ്ങളിൽ ഒരു രാജ്യവും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും രാജ്യം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. എന്തായാലും അമേരിക്കയിലേക്ക് വിസ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ലീഗൽ ആയിട്ടുള്ള മൈഗ്രന്റ് ആണോ, നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള കാർഡിലാണോ പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക. അമേരിക്കയിൽ സംഭവിക്കുന്നത്ര നല്ല കാര്യങ്ങളല്ല ഇല്ലീഗൽ മൈഗ്രൻസിന്. നിയമപരമായാണെങ്കിൽ നിങ്ങൾക്ക് സസുഖം അമേരിക്കയിൽ താമസിക്കാമെന്നാണ് ജഗത് പറയുന്നത്. എന്തായാലും ജഗത് നമുക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻപുട്സ് തന്നിട്ടുണ്ട്. ഒരുപാട് നമസ്കാരം. സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.